മാറ്റണോട്ടാ. കെയർഫുൾ, അതിന്റെ മേലെ എന്തെങ്കിലും വീണ കത്തിപ്പോ. പവറാ, പവർ. അയ്യോ, ആ സൂക്ഷിച്ചിറങ്ങണം. തുരപ്പനാ. ഒരു മിനിറ്റ്. അയ്യോ, താഴെ എന്തോ നോക്കി നിൽക്കുക. കുഴപ്പമില്ല. ഓ, രക്ഷപ്പെട്ടു. ഇറങ്ങിക്കോടാ. ഒരു കുട്ടിത്തുണ്ട്. ഇതാണ് കോപ്പിലെ ഹോളിവുഡ് പടം കാണില്ലെന്ന് ഞാൻ പറയുന്നത്. അണ്ണാ, ഇത് വെറും ഡിസൈനർ ലാമ്പാടാ. അയ്യോ, അണ്ണാ പീസ് തന്നെയല്ലേ? താഴെ വാടാ. ഇല്ല, ഞാൻ വാങ്ങിയില്ല. സാറേ താഴെ വാ. ആ, അങ്ങനെ മര്യാദക്ക് പറ. അയ്യോ, എനിക്കില്ല. പ്ലെയിൻ നിൽക്കല്ലേ. പ്രസിഡന്റാ, പ്രസിഡന്റ്. താങ്ക് യു ജഗന്നാഥൻ. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു കാര്യം ചെയ്യ്, ഹിന്ദിയിൽ നന്ദി പറ, ശുക്രിയാന്ന്. എന്റെ പൊന്നു മച്ചാൻ, ഈ ജോൺ ഉണ്ടല്ലോ, ആളൊരു പടക്കുതിര തന്നെ. എന്താ പെർഫോമൻസ്! നമ്മുടെ മുസ്ലിം പവർ എക്സ്ട്രാ കമ്പനിക്കാർ കണ്ട അപ്പ കൊത്തിക്കൊണ്ടുപോകും. സത്യം, ഓട് സ്റ്റാമിന. ഓ, ഞാൻ ആ CD പൊട്ടിച്ച് കളഞ്ഞപ്പോണ്ടല്ലോ ഇവന്മാരുടെ കരച്ചില് കാണണം. സത്യം, ഞാൻ രണ്ട് കൈ നെഞ്ചിത്തടിച്ച് അങ്ങോട്ട് നിലവിളിച്ച്. അല്ല, അതൊക്കെ ഇനി കാണാൻ പറ്റൂലേ. എനിവേ, താങ്ക് യു സോ മച്ച് ഗൈസ്. നമ്മുടെ റേറ്റിംഗ് നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആണോ? പിന്നെ ഫ്രൈഡേ ഫ്രീ ആണെങ്കിൽ പ്ലീസ് ജോയിൻ അസ്. നമ്മുടെ ഇന്ത്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസിംഗ് സെറമണി ഉണ്ട്. ഫണ്ട് റേസിംഗ്? ഫണ്ട്. ഓ, ഫണ്ട്. ഈ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി ആൾക്കാരിൽ നിന്നും ഫണ്ട് സമാഹരിക്കലാണ് സംഭവം. ഓ, ഇവിടെയും ബക്കറ്റ് പിരിവുണ്ടോ? വേറെ എന്തൊക്കെയാണ് കലാപരിപാടികൾ? ഫുഡിങ്ങും സ്മോളിങ്ങും തന്നെ മെയിൻ. പിന്നെ ഇടയ്ക്ക് ജോൺ ചേട്ടന്റെ ഒരു പ്രസംഗം. എന്തെങ്കിലും പിരിഞ്ഞു കിട്ടുമെന്ന് കർത്താവ് തമ്പുരാന് മാത്രമല്ല. അല്ലെങ്കിലും ഈ ഫുഡും ഡ്രിങ്കും ഒക്കെ ഇവിടെ വലിയ സംഭവമാണോ? എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്തൂടെ? ഡിഫറെന്റ് ആയിട്ടെന്ന് വെച്ചിട്ട് എനിക്ക് ഐറ്റം ഡാൻസ് വെക്കാൻ ആ, അത് ബുദ്ധി. അല്ലെങ്കിൽ ഈ ജോണിന്റെ പ്രസംഗം കേട്ടോണ്ട് ആൾക്കാർ എത്ര സമയം ഇരിക്കും? സീരിയസ്? ഐ സി യു സീരിയസ്. രണ്ട് കാര്യത്തിനെ ഇന്ത്യക്കാർ കയ്യിൽ നിന്ന് കാശ് മുടക്കും. ഒന്നുകിൽ ദൈവം, അല്ലെങ്കിൽ സിനിമ. 3-4 ദിവസം കൊണ്ട് ഞാൻ ഈ ഐറ്റം ഡാൻസറെയൊക്കെ എവിടെ നിന്നൊപ്പിക്കാനാ? അതാണ് ഇത്ര വലിയ പ്രശ്നം. നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്ന എല്ലാ നടിമാരും നേരെ ഇങ്ങോട്ടല്ലേ വരുന്നത്? തമിഴിലൊരു ചൊല്ലുണ്ട്, ആടിന കാലും പാടിന വായും സുമാരിക്കാതെ. ട്രൈ പണി പാരുങ്ക സാർ, കിടക്കും. വെൽക്കം ടു ദ ബെസ്റ്റ് പൊളിറ്റീഷ്യൻസ് അവാർഡ്. ഇത് പൊളിറ്റീഷ്യൻസിന് നൽകുന്ന അവാർഡാണെങ്കിലും ഈ അവാർഡ് ഒട്ടും പൊളിറ്റിക്കൽ അല്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് എ ട്രൂലി മെറിറ്റ് ബേസ്ഡ് അവാർഡ്. ജനങ്ങൾ SMS-ലൂടെ തെരഞ്ഞെടുത്ത തികച്ചും ജനാധിപത്യപരമായ ഒരു അവാർഡ് ഫംഗ്ഷനാണിത്. മുല്ലപ്പെരിയാർ വിഷയത്തിലൊക്കെ ശക്തമായിട്ട് ഇടപെട്ടതുകൊണ്ട് ഉറപ്പായിട്ടും കിട്ടും. ഞാൻ തന്നെ SMS-കൾ കുറെ അയച്ചിട്ടുണ്ട്. യെസ്, ജഗന്നാഥൻ. ജഗന്നാഥൻ വിദേശത്തായതിനാൽ അദ്ദേഹത്തിന്റെ അടുത്ത മിത്രവും ജഗന്നാഥന്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത കിങ് മേക്കർ ശ്രീ ഫ്രാൻസിസ് കുഞ്ഞപ്പനെ ഈ അവാർഡ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ജഗന്നാഥന് വേണ്ടി അവാർഡ് സ്വീകരിക്കാൻ ഈ അവാർഡ് നൽകുന്നതിനായി ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ശ്രീ തോമസ് ജോസഫിനെയും അതോടൊപ്പം തന്നെ ഓരസ് റെപ്രസെന്റേറ്റീവ് ശ്രീ ഹാഫിസിനെയും വേദിയിലേക്ക് ക്ഷണിച്ചു. Give him a big applause.
ഈ കള്ളക്കണക്കൊന്നും ഇതുവരെ നോക്കി തീർന്നില്ലേ സാറേ? പത്തനംതിട്ട യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് ജോബി കുരുവിള പുറത്തു വന്ന് നിപ്പുണ്ട്. ഇലക്ഷന് സീറ്റിന് വേണ്ടിയുള്ള ശ്രമത്തില. എന്തായാലും പാർട്ടിയുടെ യൂത്ത് വിങ്ങിന് സാറിനെ കുറിച്ച് ഭയങ്കര മതിപ്പാ. അതിപ്പോ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടോ. അവര് നോക്കുമ്പോ തലപ്പത്തിരിക്കുന്ന മുഴുവനും കിളവന്മാരും അതെ അതെ, ആകെ കൂടെ ചെറുപ്പവും ചുറുചുറുക്കും ഉള്ളത് എനിക്ക് മാത്രമല്ലേ ഉള്ളൂ. അവർക്കൊരു എക്സ്പ്രഷൻ തോന്നും. ഏത് ഇൻസ്പിറേഷൻ. അത് തന്നെ. നീ അയാളെ വിളിക്ക്. ജോബിയെ. ആ ജോബി, നമസ്കാരം ആ, ഇരിക്ക്. കാലം കുറെ ആയല്ലോ കണ്ടിട്ട്. സുഖമാണോ? പിന്നെ സുഖമാണ് സാർ. സാർ സാറാണ് ഞങ്ങളുടെ യുവാക്കളുടെ ഒരു ഇൻസ്പിറേഷൻ. അത് തന്നെ. ഇവനും സാർ വിദ്യാഭ്യാസം. സാറിന്റെ പുഷ് കൊണ്ടാണല്ലോ ജഗന്നാഥൻ സാർ ഇത്ര വലിയ ലെവലിലെത്തിയത്. സാറാണ് സാറേ ഞങ്ങളുടെ സാറ്. സാറാണ് ഞങ്ങളുടെ പാർട്ടിയിലെ കിങ് മേക്കർ. എന്റെ കാര്യം കൂടെ സാറൊന്ന് ഹൈക്കമാൻഡിൽ പുഷ് ചെയ്യണം. ജോബി മോൻ ധൈര്യമായിട്ട് ചെല്ലും. ഞാൻ പുഷ് ചെയ്യാം കേട്ടോ. തള്ളി തരും. ശരി. അവൻ ആള് ഭയങ്കര വൃത്തികെട്ടവനാ. ഒരു ആപ്ലിക്കേഷൻ യൂത്തുകാരെ കൊണ്ട് തോറ്റ്. എടാ, ഈ പറഞ്ഞ- നമസ്കാരം. ഇത് തന്നെ, ഇത് തന്നെ. ഓ, അതായത് നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്താനും അതിന്റെ ഇത് ആ, ജോബിയുടെ കാര്യം ഞാൻ ഏറ്റു. അവന്റെ അമ്മൂമ്മയുടെ ഒരു പുഷ്. ഇവിടെ നമ്മുടെ കാര്യം തന്നെ പരിങ്ങല്ല. നീ വണ്ടി വിട്. ഇതൊരു മാതിരി വേലി കിടന്ന പാമ്പിനടുത്ത് മറ്റടുത്ത് വെച്ച പോലായി. ഓ, എല്ലാ പത്രടുത്ത് നോക്കിയാലും അവന്റെ ന്യൂസാ. താൻ കിടന്ന് പിടയ്ക്കാതടോ. തന്നെ പോസ്റ്റിൽ പിടിച്ചിരുത്താനേ എനിക്ക് ഇത്തിരി ചിക്കിലി ചെലവായിട്ടുണ്ട്. താൻ ഇറക്കിയ എന്റെ ഡബിള് മുതല് തനിക്ക് തിരിച്ചു കിട്ടും. എന്നെ ഈ കസേര നിറക്കാൻ അവനെ പോലെയുള്ള ഒരു പീക്കിരി പയ്യൻ വിചാരിച്ചാലൊന്നും പറ്റില്ല. നോ 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 ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഹിം. അവൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഇവിടെ അവന് ലഭിക്കാൻ പോകുന്നത് ഒരു രാജകുമാരന് കിട്ടുന്ന വരവേൽപ്പായിരിക്കും. നോക്കിക്കോ. പിന്നെ രാജകുമാരൻ